ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പേര് എന്നോട് ചോദിച്ച രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, അതെന്താണ്. രണ്ടാമത് ആക്സറേഷൻ, പലതരത്തിലുള്ള ആക്സറേഷനെ കുറിച്ച് കേട്ടു. നോർമൽ, ടാൻജൻഷ്യൽ ആക്സറേഷൻ എന്ന് പറഞ്ഞൊരു പ്രത്യേകതര ആക്സറേഷൻ, അതെന്താണ്. അപ്പോൾ ആദ്യത്തെ ടേം ഡൈനാമിക്സിലെ മൂവ്മെൻറ്റ്സ്, അത് റെക്റ്റിലീനിയർ ആയിക്കോട്ടെ, സ്ട്രൈറ്റ് ലൈനിലുള്ളത്, കർവ് ലീനിയർ ആയിക്കോട്ടെ, കർവ്ഡ് പാത്തിലുള്ളത്, രണ്ടിലും ഒബ്സർവ് ചെയ്യുന്ന ഒരു വെലോസിറ്റി ടേമാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. രണ്ടാമത് എഴുതിയിരിക്കുന്ന ആക്സറേഷൻ, നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ, അത് കർവ് ലീനിയറിലും റൊട്ടേഷനിലും ഒക്കെ വരുന്ന ഒരു ആക്സറേഷൻ ടേമാണ്. റെക്റ്റിലീനിയറിലല്ല. റെക്റ്റിലീനിയറിൽ ആ ടാൻജൻഷ്യൽ ആക്സറേഷൻ മാത്രമേ ഉള്ളൂ, അത് അതിൻ്റെ നോർമൽ ആക്സറേഷനാണ്. മൂവ്മെൻറ്റിൻ്റെ പാത്ത് കർവ്ഡോ സർക്കുലറോ ആകുമ്പോഴാണ് നോർമൽ ആക്സറേഷൻ എന്ന ഒരു അഡീഷണൽ കമ്പോണൻ്റ് കടന്നു വരുന്നത്. ഇത് രണ്ടും പരിശോധിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തിയറി ഒന്ന് മനസ്സിലാക്കണം. അതൊന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു റെക്റ്റിലീനിയർ മൂവ്മെൻറ്റിൻ്റെ കേസിൽ ഈ ടേം, വെലോസിറ്റി ടേം ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ മൂവ്മെൻറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കൈനമാറ്റിക്സ് ഉണ്ട്, കൈനറ്റിക്സ് ഉണ്ട്. കൈനറ്റിക്സ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റിൻ്റെ റീസൺ എന്താണ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ്. ആ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് കൂടി പഠിക്കുന്നതാണ് കൈനറ്റിക്സ്. അത് F=ma എന്ന ഇക്വേഷൻ അതിന് ധാരാളം മതി. കൈനമാറ്റിക്സിൽ നമ്മൾ ആ ഫോഴ്സിനെ കുറിച്ച് ബോധർ ചെയ്യുന്നില്ല, ആ മൂവ്മെൻറ്റിൻ്റെ മറ്റ് പ്രത്യേകതകളാണ് പരിശോധിക്കുന്നത് കൈനമാറ്റിക്സ്. അതായത് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും, അത് മെഷർ ചെയ്യുന്ന രീതികൾ, അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി മെഷർ ചെയ്യുന്ന രീതികൾ, ആക്സറേഷൻ, ഇങ്ങനെയുള്ള ഈ ടേംസൊക്കെ ഒബ്സർവ് ചെയ്യുന്നതാണ് കൈനമാറ്റിക്സിൽ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡൈനാമിക്സിൽ ഒരു കൈനമാറ്റിക് പാർട്ടിൽ വരുന്ന ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ ഞാൻ ആദ്യം റെക്റ്റിലീനിയറിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാം, അത് കഴിഞ്ഞ് കർവ് ലീനിയറിൻ്റെ കാര്യങ്ങളും പറയാം. ഇത് രണ്ട് പോർഷനും മൊഡ്യൂൾ 4 പഠിക്കാനുള്ളതാണ്. മൂവ്മെൻ്റ് ഒരു 2D പ്ലെയിനിൽ ഈസി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു മാത്തമാറ്റിക്കൽ വേ ഓഫ് റെപ്രസെൻറ്റേഷൻ ആക്സിസ് കോർഡിനേറ്റ് സിസ്റ്റം വഴി ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും പ്ലോട്ട് ചെയ്യുകയാണ്. ഇതൊരു 2D പ്ലെയിനാണ് നമ്മൾ ഈ കാണുന്ന വൈറ്റ് ബോർഡ്. ഇതിലൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആൻഡോ എന്ത് ആയിക്കോട്ടെ ഒരു പോയിൻ്റ് എയിൽ നിന്നും മറ്റൊരു പോയിൻ്റ് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഡൈനാമിക്സ് പ്രോബ്ലം. ഈ ട്രാവൽ ചെയ്യുന്ന പാത്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ പാത്താവാം, കർവ്ഡ് പാത്താവാം, അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഏത് ഡയറക്ഷനിലും ആവാം. ഇപ്പോൾ ഒരു ജനറൽ പാത്ത് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എയിൽ ഒരു ഇനിഷ്യൽ ടൈമിലാണ്, ബിയിലെത്തിയപ്പോൾ അത് മറ്റൊരു ടൈമായി. കാരണം കുറച്ച് സമയം എടുക്കും യാത്ര ചെയ്യാൻ. ഇപ്പോൾ എയിൽ ആ ഒരു ഒബ്ജക്റ്റ് ആദ്യം ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഈ കോർഡിനേറ്റ് സിസ്റ്റം റെഫർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പൊസിഷൻ വെക്റ്റർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ XY ആക്സിസുകൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എക്സിൽ നിന്ന് എത്ര അകലെ, വൈയിൽ നിന്ന് എത്ര അകലെ എന്ന് പറയുന്നതാണ് ആ ഒരു പൊസിഷൻ്റെ ഡിസ്ക്രിപ്ഷൻ. അതിന് X കോർഡിനേറ്റും Y കോർഡിനേറ്റും എഴുതിയാൽ മതി എയുടെ. അതിന് പകരം വെക്ടോറിയലി ചെയ്യുന്ന രീതിയാണ് പൊസിഷൻ വെക്റ്റർ. ആ പൊസിഷൻ വെക്റ്റർ ഞാനിവിടെ ഡ്രോ ചെയ്താൽ ഒറിജിൻ ഒയിൽ നിന്നും എയിലേക്കുള്ള ഈ ഒരു വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ, ഇത് RA എന്ന് ഞാൻ എഴുതാം. അതുപോലെ ബിയിലെത്തിക്കഴിഞ്ഞാൽ മറ്റൊരു പൊസിഷൻ വെക്റ്റർ OB ഉണ്ട്. അതിനെ പൊസിഷൻ വെക്റ്റർ RB എന്ന് എഴുതുന്നു. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് യാത്ര ചെയ്തത് ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് എയിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്ന ഈ ഒരു വെക്ടറാണ്. അതിൻ്റെ ഡയറക്ഷൻ സെൻസ് ഇങ്ങനെയായിരിക്കും. ഈ വെക്ടർ ട്രയാങ്കിൾ ഇവിടെ കാണുമ്പോൾ, വെക്ടോറിയലി റെപ്രസെൻ്റ് ചെയ്ത ട്രയാങ്കിൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ സെൻസ് വെച്ചിട്ട് നോക്കിയാൽ അറിയാം. RAയുടെ സെൻസിൻ്റെ കണ്ടിന്യൂഷനാണ് ABയുടെ സെൻസ്. അതിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് RBയുടെ സെൻസ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ വെക്ടർ RA പ്ലസ് വെക്ടർ AB, അത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് വെക്ടർ RB. ഇതാണ് ആ വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഈ ഫിഗറിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ.
ഇതിൽ നിന്നും ഡിസ്പ്ലേസ്മെൻ്റ് അറിയണമെങ്കിൽ ഫൈനൽ പൊസിഷൻ വെക്ടർ ആർ ബിയിൽ നിന്നും ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ ആർ എ വെക്ടോറിയലി സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഇതിനെ ഡെൽറ്റ ആർ എന്ന ചില ടെക്സ്റ്റ് ബുക്കുകളിൽ എഴുതിയിട്ടുണ്ടാകും. ഡെൽറ്റ ആർ, വെക്ടർ ഡെൽറ്റ ആർ, വെക്ടർ ഡെൽറ്റ ആർ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഒരു പാർട്ടിക്കിൾ മൂവ്മെൻറ്റിൽ പരിശോധിച്ചിട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദി പാത്ത് ഏതും ആയിക്കോട്ടെ, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്താണ് ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഇവിടെ കാണിച്ചിരിക്കുന്ന എ ബി അല്ലെങ്കിൽ വെക്ടർ ഡെൽറ്റ ആർ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് യൂണിറ്റ് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ SI യൂണിറ്റ് സിസ്റ്റം അനുസരിച്ച് മീറ്ററിൽ എഴുതണം. ഇതിന് തുല്യമായിട്ട് നമ്മൾ കൈനമാറ്റിക്സിൽ പഠിച്ചു വച്ചിരിക്കുന്ന ഫോർമുലകളുണ്ട്. അത് ഞാൻ ഒന്ന് ഇവിടെ എഴുതി കാണിക്കാം. ഒന്ന് x = c + vt, അതായത് സഞ്ചരിച്ച ദൂരം മെഷർ ചെയ്യാനുള്ളൊരു ഫോർമുലയാണ്. സി എന്ന് പറയുന്ന ഒരു ഇനിഷ്യലി നമ്മൾ ഒബ്സർവേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എത്രയോ ദൂരം സഞ്ചരിച്ചു എന്നിരുന്നു വിചാരിക്കുക. അതിന് ശേഷമാണ് ഒബ്സർവേഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു ഇനിഷ്യൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് സി. പിന്നെ സഞ്ചരിക്കാനെടുത്ത വെലോസിറ്റിയെ അതിനെടുത്ത ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബാക്കി സഞ്ചരിച്ച ദൂരം കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ ചെയ്യുന്നതാണ് ആകെ സഞ്ചരിച്ച ദൂരം. അതാണ് ഈ ഫോർമുലയിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമതൊരു ഫോർമുല x = ½ at². ഇത് നിങ്ങൾക്കറിയാം. s = ut + ½ at² എന്ന് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ രീതിയിൽ എക്സ്പ്രഷൻസ് എഴുതിയേ ഉള്ളൂ. ഇനിഷ്യലി ഒന്നും കൺസിഡർ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ഫോർമുലകൾ രണ്ടും ഒന്ന് തന്നെയാണ്. മറ്റൊരു ഫോർമുല എഴുതാവുന്നത് x = r × e⁻ kT. ഇതൊരു എക്സ്പോണൻഷ്യൽ ഫോമിലുള്ള ഫോർമുലയാണ്. അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടൈം കടന്നു പോകുന്നതിനനുസരിച്ച് എക്സ്പോണൻഷ്യലി ഡിസ്റ്റൻസ് കവേർഡ് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മുകളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അകത്തൊക്കെ ആ ഒരു ലീനിയർ ബിഹേവിയർ ഉണ്ടെങ്കിൽ താഴെ മൂന്നാമത്തെ ഇക്വേഷൻ്റെ അകത്ത് ഒരു എക്സ്പോണൻഷ്യലി ഉള്ള വേരിയേഷനാണുള്ളത്. ഇതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെയുമല്ല, ശ്രദ്ധിച്ചാൽ അറിയാം e⁻ kT ആണ്. അപ്പോൾ ടൈം കഴിയുന്നതിനനുസരിച്ച് എക്സ്പോണൻഷ്യലി ഡിസ്റ്റൻസ് കവേർഡ് കുറഞ്ഞു വരുന്ന ഒരു രീതി. ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യിക്കുമ്പോൾ നമ്മൾ വാട്ടറിലേക്ക് ഒരു ചെറിയ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുക. എയറിൽ അത് എത്ര സ്പീഡിൽ സഞ്ചരിച്ചോ ആ സ്പീഡിലല്ല വാട്ടറിലെത്തി കഴിയുമ്പോൾ അത് സഞ്ചരിക്കുന്നത്. സ്പീഡ് ഗ്രാജുവലി കുറഞ്ഞു വരാം. ഇതിലൂടെ ഡെൻസിറ്റി കൂടിയ ഒരു ലിക്വിഡ് മീഡിയത്തിലാണെങ്കിലോ ആ ബിഹേവിയർ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് മീഡിയത്തിലൂടെ, എയറിലും ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, ഫ്ലൂയിഡ് മീഡിയമാണ്. പക്ഷേ ആ വിസ്കോസിറ്റി എയറിൻ്റെ കേസിൽ കുറവാണ്. കാരണം വളരെ ലോ ഡെൻസിറ്റി ഫ്ലൂയിഡാണ് എയർ. ഹൈ വിസ്കസ് ആയിട്ടുള്ള ഹൈ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് ഓർ ഗേഷ്യസ് മീഡിയത്തിലൂടെ, എസ്പെഷ്യലി ലിക്വിഡ് മീഡിയത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്തുമായിക്കോട്ടെ, നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനിൽ. ഇതിന് തുല്യമായിട്ട് കർവിലീനിയർ ട്രാൻസ്ലേഷൻ ഓർ റൊട്ടേഷനിൽ നമ്മൾ θ = ω1t + ½ α t² എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കർവിലീനിയർ ട്രാൻസ്ലേഷൻ്റെ കേസിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഒബ്സർവ് ചെയ്യാൻ അതിന് തുല്യമായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടെന്ന് സാരം. എന്താണെങ്കിലും റെക്റ്റിലീനിയറിൽ നമ്മുടെ s = ut + ½ at² ഡിസ്പ്ലേസ്മെൻറ്റിന് വേണ്ടിയുള്ള കൈനമാറ്റിക്സ് ഫോം ഓഫ് ഇക്വേഷനാണ്. രണ്ടാമത്തെ കൈനമാറ്റിക്സിലെ ടേം വെലോസിറ്റിയാണ്. അത് സംസാരിക്കുമ്പോഴാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന ടേമും കൂടെ പരിഗണിക്കേണ്ടത്. സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ
സഞ്ചരിച്ച ദൂരത്തിന് അത് സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്പീഡ് ഒരു മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. അതിന് ഡയറക്ഷൻ സെൻസും കൂടെ ഉൾക്കൊള്ളിച്ച് കഴിയുമ്പോൾ ഏത് ദിശയിലാണ് സഞ്ചരിച്ചതെന്നും കൂടെ ചേർത്ത് പറഞ്ഞു കഴിയുമ്പോഴാണ് വെലോസിറ്റി ആവുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ട 2 പൊസിഷൻ വെക്ടറുകൾ ഉണ്ടായിരുന്നു. ഇനിഷ്യലി പൊസിഷൻ വെക്ടർ R, ഫൈനലി അത് റീച്ച് ചെയ്തപ്പോൾ ഉണ്ടായ പൊസിഷൻ വെക്ടർ RB. അപ്പോൾ പൊസിഷൻ വെക്ടർ RBയിൽ നിന്നും പൊസിഷൻ വെക്ടർ RA സബ്ട്രാക്ട് ചെയ്തപ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയത്, സഞ്ചരിച്ച ദൂരം, ഡിവൈഡ് ബൈ അതിനെടുത്ത ടൈം, ബിയിലെത്താനെടുത്ത സമയവും എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയവും. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു റേഷ്യോ ആണ് വെലോസിറ്റി. പക്ഷേ ഇത് ആക്ച്വലി ആവറേജ് വെലോസിറ്റിയാണ്. ഈ ഫോർമുല നമ്മൾ സാധാരണ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമുലയുടെ റിസൾട്ട് എപ്പോഴും ഒരു ആവറേജ് വെലോസിറ്റിയാണ്. ആവറേജ് വെലോസിറ്റി ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ മറ്റൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. നമ്മൾ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു 100 കിലോമീറ്റർ ജേർണി ഉണ്ടെന്ന് വിചാരിക്കുക. 100 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഈ 100 കിലോമീറ്റർ ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. അത് രാവിലെ യാത്ര ചെയ്തപ്പോൾ 1 അവർ കൊണ്ട് കവർ ചെയ്തു. ഉച്ചയ്ക്ക് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ 2 അവർ കൊണ്ട് കവർ ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു ആവറേജ് വെലോസിറ്റി എത്രയാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ അങ്ങോട്ട് യാത്ര ചെയ്ത വെലോസിറ്റി 100 കിലോമീറ്റർ ഇൻ 1 അവറാണ്. അതിനെ നമ്മൾ 100 കിലോമീറ്റർ പെർ അവർ എന്ന് വിളിക്കും. kmph സ്പീഡ്. മോട്ടോർ വെഹിക്കിൾസിൻ്റെയൊക്കെ സ്പീഡ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന യൂണിറ്റിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തിരിച്ചുള്ള യാത്രയിൽ 100 കിലോമീറ്റർ പെർ 2 അവറാണ് യാത്ര ചെയ്തത്. വിച്ച് മീൻസ് 50 കിലോമീറ്റർ പെർ അവർ, അതായത് 50 kmph. അപ്പം അങ്ങോട്ട് പോയ സ്പീഡിൻ്റെ പകുതി സ്പീഡിൽ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഇരട്ടി സമയം എടുത്തത്. അപ്പോൾ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 100 + 50 / 2 150/2 75 kmph എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം സാധാരണ മാത്തമാറ്റിക്സ് ആവറേജ് കൺസെപ്റ്റ് ഉപയോഗിച്ച്. ഇതല്ല ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. കാരണം 75 kmph കൊണ്ട് അങ്ങോട്ട് സഞ്ചരിക്കുകയും 75 kmph കൊണ്ട് ഇങ്ങോട്ട് സഞ്ചരിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ ആവറേജ് വെലോസിറ്റിയുടെ മീനിങ്. അപ്പോൾ അങ്ങോട്ട് 75 കിലോമീറ്റർ 1 അവറിലും ബാക്കി 25 കിലോമീറ്ററും ഉണ്ട്. ഇങ്ങോട്ടും അതുപോലെ തന്നെ. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സമയം എത്ര എടുത്തു? ആക്ച്വലി എടുത്ത ടോട്ടൽ സമയം അങ്ങോട്ടുള്ള 1 അവറും ഇങ്ങോട്ടുള്ള 2 അവറും ചേർത്ത് 3 അവറാണ്. പക്ഷേ ഈ ഒരു ആവറേജ് വെലോസിറ്റി ഉപയോഗിച്ച് ടോട്ടൽ സമയം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ല കിട്ടുക. ആ മാത്തമാറ്റിക്സ് ആർക്കും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഒരു ആവറേജ് വെലോസിറ്റി അല്ലെന്നതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ ഞാൻ പറയാം. അങ്ങോട്ട് 100 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ആവറേജ് വെലോസിറ്റി 75 കിലോമീറ്റർ പെർ അവർ ആണെന്ന് കരുതിയാൽ 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 75 കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ 1 അവറായി. ബാക്കി 25 കിലോമീറ്ററിന് വേണ്ടി 1/3 അവർ. അപ്പോൾ 1 + 1/3 അവർ വരും. അത് തന്നെയാണ് തിരിച്ച് ഇങ്ങോട്ട് സംഭവിക്കുക. ഇങ്ങോട്ട് 1 + 1/3 അവർ. മൊത്തം വരിക 2 + 2/3 അവറാണ്. പക്ഷേ ആക്ച്വലി സഞ്ചരിച്ച മൊത്തം അവർ 3 അവറാണ്. നമ്മളിപ്പോൾ ആവറേജ് വെലോസിറ്റി ഉപയോഗിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ആക്ച്വലി സഞ്ചരിച്ച സമയം 2 + 2/3 അവർന്ന് കിട്ടി. അതല്ലല്ലോ 3 അവർ. അതുകൊണ്ട് ഈ ആവറേജ് വാല്യൂ തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ആവറേജ് കാണരുത്. ഈ ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് കോൺസെപ്റ്റ് ഇവിടെ ശരിയല്ല. ഇവിടെ ചെയ്യേണ്ടത് ആകെ സഞ്ചരിച്ച ദൂരത്തിന് ആകെ സഞ്ചരിച്ച സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങോട്ട് 100 കിലോമീറ്റർ ഇങ്ങോട്ട് 100 കിലോമീറ്ററും ചെയ്തപ്പോൾ 200 കിലോമീറ്റർ. ഈ 200 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം അങ്ങോട്ട് 1 അവറും ഇങ്ങോട്ട് 2 അവറും, അതായത് 3 അവർ. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം 200 കിലോമീറ്റർ, ആകെ സഞ്ചരിച്ച സമയം 3 അവർ. 200/3 ഇത് ചെയ്തു കഴിഞ്ഞാൽ 66.66 kmph എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് 75 kmph, ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 66.66 kmph. ഇതാണ് ആക്ച്വലി ആവറേജ് വെലോസിറ്റി. ഈ ആവറേജ് വെലോസിറ്റി വെച്ച് യാത്ര ചെയ്യുന്ന കണക്ക് കൂട്ടി നോക്കാം. അങ്ങോട്ട് 100 കിലോമീറ്റർ, അപ്പോൾ 66.66 കിലോമീറ്ററിന് 1 മണിക്കൂർ എടുത്തു. പിന്നെ ഒരു 33.33, അതിന് 1/2 മണിക്കൂർ എടുക്കും. അപ്പോൾ അങ്ങോട്ട് 1.5 മണിക്കൂർ.
ഇങ്ങോട്ടും ആദ്യത്തെ 66.66 1 മണിക്കൂർ, ബാക്കിയുള്ള 33.33 ബാക്കി അരമണിക്കൂർ, ഇങ്ങോട്ടും 1.5 മണിക്കൂർ, അങ്ങോട്ടും 1.5 മണിക്കൂർ, ടോട്ടൽ 3 മണിക്കൂർ. അപ്പോൾ നമ്മുടെ ആ റിയൽ ഒബ്സർവേഷനായിട്ട് മാച്ച് ആവുന്നു. ഈ കണ്ടുപിടിച്ചതാണ് ആക്ച്വലി ആവറേജ് വെലോസിറ്റി. ഈ ആവറേജ് വെലോസിറ്റിയുടെ കാൽക്കുലേഷൻ എങ്ങനെയായിരുന്നു? ആകെ സഞ്ചരിച്ച ദൂരത്തിന് ആകെ എടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതാണ് നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നത്. പൊസിഷൻ വെക്ടർ ബി മൈനസ് പൊസിഷൻ വെക്ടർ എ എന്ന് പറയുമ്പോൾ ആകെ സഞ്ചരിച്ച ദൂരമാണ്, ഡിവൈഡ് ബൈ ബിയിലെത്തിയ സമയത്തിന് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയം കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആകെ സഞ്ചരിച്ച സമയമാണ്. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന റിയലി ആവറേജ് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ ഫോർമുലയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. സഞ്ചരിച്ച ദൂരത്തിന് അതിനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്നത് ആവറേജ് വെലോസിറ്റി വാല്യൂ ആണ്. ആ ഒരു ഒബ്സർവേഷനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ എത്ര വെലോസിറ്റി സഞ്ചരിക്കുന്നു എന്നുള്ള ഒബ്സർവേഷനാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. നിങ്ങൾ ബൈക്ക് റൈഡ് ചെയ്യുന്നവരാണ്, വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്, അതിൽ സ്പീഡോമീറ്റർ ഉണ്ട്. അപ്പോൾ ബൈക്ക് നല്ല സ്പീഡിൽ യാത്ര ചെയ്യുമ്പോൾ ആ സ്പീഡോമീറ്റർ ഒരു 80-ലോ 90-ലോ 100-ലോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ആ നിമിഷം നമ്മളാ കാണുന്ന ആ നിമിഷത്തിൽ ആ സ്പീഡ് അല്ലെങ്കിൽ ആ വെലോസിറ്റി എത്രയാണെന്നുള്ള ഒബ്സർവേഷനാണ് നമ്മൾ ആ സ്പീഡോമീറ്ററിൽ കാണുന്നത്. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇതുപോലെ ഒരു ഫോർമുല വഴി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വെലോസിറ്റി തരില്ല. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വെലോസിറ്റി കിട്ടാൻ എന്താണ് വഴി? അതായത് ആ സ്പീഡോമീറ്ററിൽ നമ്മൾ പ്രാക്ടിക്കലി ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു കാര്യം മാത്തമാറ്റിക്കലി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, അതൊന്ന് നോക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടെത്താൻ മാത്തമാറ്റിക്കലി വളരെ സിമ്പിളായിട്ടത് പറയാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല തന്നെ ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഒരു സ്പാൻ ഓഫ് ടൈമാണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണത് ആവറേജ് വെലോസിറ്റിയിലേക്ക് പോയത്. ഈ ടൈം സ്പാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ പോയിന്റ് ബിയിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുമ്പോൾ എത്രയാണ് വെലോസിറ്റി എന്ന് കണ്ടെത്തണമെങ്കിൽ ഈ ടൈം സ്പാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിനനുസരിച്ച് ന്യൂമറേറ്ററും കുറയും, ഡിനോമിനേറ്ററും കുറയും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ താഴെയുള്ളതിന് മുകളിലുള്ളതിനെ ഡെൽറ്റ ആർ എന്നെഴുതാം, താഴെയുള്ളതിന് ഡെൽറ്റ ടി എന്നെഴുതാം. ഡെൽറ്റ ടി കുറഞ്ഞ് വരണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞല്ലോ എയിൽ നിന്ന് ബിയിലേക്കാണ് ട്രാവൽ ചെയ്തത്. ഈ ഒരു ട്രാവലിംഗ് സ്പാൻ കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് അവസാനം ആ സ്പാൻ ആ ഒരു പോയിൻ്റ് എയിലേക്ക് തന്നെ ഒതുക്കണമെങ്കിൽ ഡെൽറ്റ ടി ഷുഡ് ബി 0 എന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന ഫോർമുലയ്ക്ക് ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഡെൽറ്റ ടി ടെൻസ് ടു 0യിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ അത് ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റിയെ തരുന്നു. അതായത് എ എന്ന പോയിന്റിൽ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ, അതായത് ടി എയിൽ, എ എന്ന പോയിന്റിലെ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ടി എ ആണ്. ആ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ എത്രയാണ് വെലോസിറ്റി എന്ന് കാണാൻ ഈ ഫോർമുലയിൽ തന്നെ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന ലിമിറ്റിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. അതൊന്ന് മാത്തമാറ്റിക്കലി എഴുതാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് കിട്ടുക ആ ഒരു ആപ്ലിക്കേഷൻ നടത്തി കഴിയുമ്പോൾ. അതിനെയാണ് നമ്മൾ സിമ്പിളി വി എന്ന ലെറ്ററിൽ എല്ലാ തിയറിയിലും എഴുതുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഓഫ് ദിസ് ഫോർമുല ഡെൽറ്റ ആർ വെക്ടർ ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഒന്നുകൂടെ പറയാം. വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അത്രയും ഉള്ളൂ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന ടേമിൻ്റെ മീനിങ്. ഇപ്പോൾ നമ്മുടെ ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുലയിൽ തന്നെ ലിമിറ്റിംഗ് കണ്ടീഷൻ ഡെൽറ്റ ടി ടെൻസ് ടു 0 അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന പോലെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡിഫറൻഷ്യൽ ടേംസ് ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട്, ആ റിസൾട്ടിനെ ഡിഫറൻഷ്യൽ ടേമിൽ എഴുതി കഴിഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി ആണ്. അപ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതും. വൈ ഡയറക്ഷനിൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതും. ഇതാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോംസ്. അത് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ റിസൾട്ടുകളാണ്
ഈ ഡിഫറൻസിയേഷൻ ഫോംസ്. ഈ വെലോസിറ്റിക്ക് ഇവിടെ യൂണിറ്റ് പരിശോധിച്ചാൽ ന്യൂമറേറ്ററിൽ ഡിസ്റ്റൻസ് കവേർഡ് ആണ്, ഡിനോമിനേറ്ററിൽ ടൈം ടേക്കൺ ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് അതായിരിക്കും SI യൂണിറ്റ്. അപ്പോൾ ഇതിനുള്ള കൈനമാറ്റിക്സ് ഫോർമുലകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. V=U+AT, പിന്നെ V²=U² + 2AS. ഇതെല്ലാം ഇതിൻ്റെ കൈനമാറ്റിക്സ് ആണ്. ഇവിടെ ആക്സറേഷൻ നമ്മൾ സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ. എസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ്, ടൈം, ഡൈനാമിക്സിൽ എപ്പോഴും ഒരു ടൈം ഫാക്ടറുണ്ട്. കാരണം സമയം കടന്നു പോകുന്നതിനനുസരിച്ച് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ടൈം ഫാക്ടർ എപ്പോഴും ഉണ്ടാവും. ഈ U എന്ന ടൈം എല്ലാവർക്കും അറിയാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. അതൊരു ആക്സലേഷൻ മോഡിൽ പോയി കഴിഞ്ഞാൽ നാച്ചുറലി അതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം ആ നെക്സ്റ്റ് വെലോസിറ്റി. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. രണ്ടും അതിനുള്ളതാണ്. ആദ്യത്തെ ഫോർമുലയും രണ്ടാമത്തെ ഫോർമുലയും ഇനീഷ്യൽ വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. ചില കേസുകൾ ഇനീഷ്യൽ വെലോസിറ്റിയൊക്കെ 0 ആവാറുണ്ട്. അത്തരം കേസസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആദ്യത്തെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മളുടെ വ്യത്യാസം എത്രയേ ഉള്ളൂ. ആദ്യത്തേൻ്റെ അകത്ത് ടൈം ഫാക്ടർ യൂസ് ചെയ്തിട്ടാണ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ രണ്ടാമത്തേൻ്റെ അകത്ത് യാത്ര ചെയ്യാനെടുത്ത ആ ഒരു വെലോസിറ്റി ചേഞ്ചിനെടുത്ത ടൈം കൺസിഡർ ചെയ്യുന്നതിന് പകരം എത്ര ദൂരം കവർ ചെയ്തപ്പോഴാണ് വെലോസിറ്റി ചേഞ്ച് ഉണ്ടായെന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ഉപയോഗിച്ച് വെലോസിറ്റി കണ്ടെത്താൻ ശ്രമിച്ചിരിക്കുന്നു. അടുത്ത കൈനമാറ്റിക് ടേം ആക്സലറേഷൻ. ഇപ്പോൾ കണ്ട ഫോർമുലയിൽ ആക്സലറേഷൻ്റെ A എന്ന ടേം നമ്മൾ കണ്ടു. ആക്സലറേഷൻ വെലോസിറ്റിക്ക് ചേഞ്ച് ഉള്ളപ്പോഴാണ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ A എന്ന പോയിന്റിലെ വെലോസിറ്റി തന്നെയായിരിക്കും B എന്ന പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴുള്ള വെലോസിറ്റി. അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകുന്നില്ല. ആ സമയത്ത് ആക്സലറേഷൻ ഇല്ല. ഒരു ആക്സലറേഷൻ മോഡോ ഡീസലറേഷൻ മോഡോ ഇല്ല. ഒരു എക്സാമ്പിൾ, താഴേക്ക് ഫ്രീലി ഫോൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ല്, അത് കയ്യിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ മൂവ്മെൻറ്റ്. താഴെ ഗ്രൗണ്ടിലേക്ക് എത്താറായപ്പോഴത്തേനും ഗ്രാജുവലി സ്പീഡ് കൂടി വളരെ ഹൈ സ്പീഡിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ A എന്ന പോയിൻറ്റും B എന്ന പോയിൻറ്റും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ആക്സലറേഷൻ മോഡുണ്ട്. അതിന് കാരണം എർത്തിൻ്റെ അട്രാക്ഷനാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. G, അവിടുത്തെ ആക്സലറേഷൻ വാല്യൂ Gയിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്ന സിറ്റുവേഷനിലാണ് ആക്സലറേഷൻ എന്ന ടേം കടന്നു വരുന്നത്. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ആക്സലറേഷൻ 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി കൺസെപ്റ്റുകൾ വരുന്നിടത്തെല്ലാം ഒരു ആക്സലറേഷൻ ടേം കടന്നു വരികയും ചെയ്യും. അപ്പോൾ അത് നേരത്തെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതിയ പോലെ തന്നെ ഒരു ആവറേജ് ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും. അത് എഴുതുമ്പോൾ ഫൈനൽ വെലോസിറ്റി വെക്റ്റർ മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി വെക്റ്റർ ഡിവൈഡ് ബൈ ആ വെലോസിറ്റി ചേഞ്ചിനെടുത്ത ടൈം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ അനുസരിച്ചാണ് VA VB തമ്മിലുള്ള വെലോസിറ്റി ഡിഫറൻസ്. രണ്ട് പൊസിഷനുകൾക്കനുസരിച്ചുള്ള മൂവ്മെൻറ്റിന് എടുത്ത സമയത്തിൻ്റെ സ്പാന്, ആ ടൈം സ്പാന്, ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ആക്സലറേഷനെ കിട്ടുകയുള്ളൂ. ഈ ഫോർമുലകൾ എപ്പോഴും ഒരു ആവറേജ് റിസൾട്ട് തരികയുള്ളൂ എന്ന് നേരത്തെ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെയും ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ്റെ ആവശ്യമുണ്ട്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ഏത് ഒരു ആക്സലറേഷൻ വാല്യൂവിലാണ് ഇത് മുമ്പോട്ട് കുതിച്ചു പോകുന്നത് അത് കണ്ടെത്താൻ നേരത്തെ ഐഡിയ തന്നെ. അതിനെയാണ് സിമ്പിളി ടെക്സ്റ്റ് ബുക്കിൽ ആക്സലറേഷൻ എന്ന A എന്ന ലെറ്റർ കൊണ്ട് എഴുതുന്നത്. എപ്പോഴും ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. ഇവിടെയും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. Δt → 0 തന്നെ. കാരണം ഈ ടൈം സ്പാൻ കുറച്ച് വന്നു കഴിഞ്ഞാൽ അറ്റ് TB ഇൻസ്റ്റൻറ്റിൽ എത്രയാണ് ആക്സലറേഷൻ എന്ന് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ΔV ഡിവൈഡ് ബൈ Δt. അതാണ് ഈ ΔV എന്ന് പറയുന്നത് ഈ ന്യൂമറേറ്ററാണ്, Δt എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററാണ്. ഈ റിസൾട്ടാണ് ഡിഫറൻഷ്യൽ ഫോമിൽ നമ്മൾ എഴുതുന്നത് dV/dt. ഈ dV/dtക്ക് X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും ഒക്കെ എഴുതാം. X ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് X ടൈംസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ അത് വെലോസിറ്റി അതിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ dx/dt ആണെന്ന് നേരത്തെ പറഞ്ഞു. Y ഡയറക്ഷനിലാണെങ്കിൽ അത് dy/dt ആണെന്ന് പറഞ്ഞു. X ഡയറക്ഷനിലുള്ള ഈ dx/dt ആണ് ചില ടെക്സ്റ്റ് ബുക്കിൽ X ഡോട്ട് എന്ന് എഴുതുന്നത്. ഈ കേസിലാണെങ്കിൽ അത് Y ഡോട്ട് ആയിരിക്കും. അപ്പോൾ എഗെയിൻ ഈ dx/dtയുടെ ടൈം ഡെറിവേറ്റീവ് വീണ്ടും കാണുന്നതാണ് dv/dt. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ആക്സലറേഷൻ്റെ കാൽക്കുലേഷനിൽ dx/dt വെലോസിറ്റിയുടെ ചേഞ്ചിന് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേറ്റീവ് കാണുന്നതാണ് എഗെയിൻ ആക്സലറേഷൻ. ഇതിന് x" എന്ന് എഴുതാം. ഇവിടെയാണെങ്കിൽ dy/dt, ഇതിനെ y" എന്ന് എഴുതാം. അപ്പോൾ ഇത് ആക്സലറേഷൻ്റെ രീതിയിൽ എഴുതുമ്പോൾ x" y" ആണ്.
എക്സ് ഡോട്ട് വൈ ഡോട്ട് എന്ന് എഴുതിയിരിക്കുന്നത് വെലോസിറ്റിയുടെ ടേംസ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്, എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷനിലുള്ള റെപ്രസെൻറ്റേഷൻസ്. ഇതാണ് ആക്സലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ആക്സലേഷൻ ടൈം കടന്നു വരുന്നതാണ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിലെല്ലാം ആക്സലേഷൻ ടൈംസ് ഉണ്ട്. കാരണം ഡൈനാമിക്സിൽ മൂവ്മെൻ്റ് ഉണ്ട്. മൂവ്മെൻറ്റ് ഒരേ സ്പീഡിലുള്ളതാവാം, വേരിയിങ് നേച്ചറിലുള്ളതാവാം. വേരിയിങ് നേച്ചറിലുള്ള എക്സ്പ്രഷൻ എഴുതുന്നതാണ് ജനറലി ആക്സെപ്റ്റബിൾ. അതിൽ നിന്ന് ഒരേ സ്പീഡിൽ പോകുന്നതിൻ്റെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ വേരിയിങ് നേച്ചറാണെന്ന് മൂവ്മെൻ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൂവ്മെൻ്റ് എല്ലാ എക്സ്പ്രഷനിലും ആക്സലേഷൻ്റെ ടൈം കടന്നു വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് 3 എക്സ്പ്രഷനിലും ആക്സലേഷൻ ഉള്ളത്. ആക്സലേഷൻ ഇല്ല, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണെങ്കിൽ ഇതങ്ങ് ഡിസപ്പിയർ ചെയ്യും. ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും സെയിം ആണ്, ഇത് ഡിസപ്പിയർ ചെയ്യും. ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി സെയിം ആണ്, ഇത് ഡിസപ്പിയർ ചെയ്യും. അതിനടുത്ത് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വെലോസിറ്റിയെ അതിൻ്റെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സഞ്ചരിച്ച ദൂരം കിട്ടും. ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും സെയിം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു വെലോസിറ്റിയെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദൂരം കിട്ടും. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അതുകൊണ്ട് യു ടി എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്റ്റൻസാണ്. അപ്പോൾ ആക്സലേഷൻ്റെ ടേംസ് ഏത് കൈനമാറ്റിക് ഇക്വേഷൻ്റെ അകത്തും ഉണ്ടായിരിക്കും. അത് ആക്സലേഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് 0 ആയിട്ട് അസ്യൂം ചെയ്യുക. അടുത്തത് ഈ ആക്സലേഷൻ തന്നെ നോർമൽ ആക്സലേഷൻ, ടാൻജൻഷ്യൽ ആക്സലേഷൻ എന്താണെന്നാണ് ഒരു സംശയം ചോദിച്ചിരുന്നത്. അതിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു 2 തരത്തിലുള്ള ആക്സലേഷൻ കമ്പോണൻസ് വരുന്നത് കർവിലീനിയർ ഓർ റൊട്ടേഷണൽ മൂവ്മെൻറ്റ്സിലാണ്. ഒരു സ്ട്രൈറ്റ് ലൈൻ മൂവ്മെൻറ്റിലാണെങ്കിൽ എപ്പോഴും ഒരു ടാൻജൻഷ്യൽ ആക്സലേഷൻ മാത്രമേ ഉള്ളൂ. ആ പാത്തിൻ്റെ അതേ ഡയറക്ഷനിലുള്ള പാത്ത് ചേഞ്ച് ചെയ്യുന്നില്ലാത്ത, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലാത്ത ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ ആ സെയിം ദിശയിലുള്ള ഒരു ആക്സലേഷൻ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അതൊരു ടാൻജൻഷ്യൽ ആക്സലേഷൻ കമ്പോണൻ്റാണ്. ദിശയ്ക്ക് ചേഞ്ച് വരുമ്പോൾ ഒരു കർവിലീനിയർ പാത്തായോ റോട്ടറി പാത്തായോ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അത്തരം കേസുകളിലാണ് ഒരു അഡീഷണൽ കമ്പോണൻറ്റ് നോർമൽ ആക്സലേഷനും കൂടെ കടന്നു വരുന്നത്. അത് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇത്രയും നേരം സംസാരിച്ച ആ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ്റെ കാര്യങ്ങളെല്ലാം ഒരു കർവിലീനിയർ ട്രാൻസ്ലേഷൻ്റെ രീതിയിലൊന്ന് സംസാരിച്ചിട്ട് ഈ നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ ആക്സലേഷൻസ് എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഒരു കർവിലീനിയർ ട്രാൻസ്ലേഷനിൽ നമുക്ക് മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യണമെങ്കിൽ എപ്പോഴും 2 കോർഡിനേറ്റ്സ് വേണം. കാരണം എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും ചേർന്നുള്ള ഒരു കമ്പൈൻഡ് മൂവ്മെൻ്റാണ്. 3 ഡയമെൻഷനലിയും ആവാം, സ്പേഷ്യലി. തൽക്കാലം എളുപ്പത്തിന് വേണ്ടി ഒരു 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ മാത്രം നോക്കാം. അപ്പോൾ അതിന് റെഫറൻസ് ആക്സിസുകൾ 2 വേണം, എക്സ് ആക്സിസും വൈ ആക്സിസും. ഇവിടെ ഞാൻ ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു കർവ്ഡ് പാത്തിൽ കാണിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒബ്ജക്റ്റ് P1-ലാണെന്ന് വിചാരിക്കുക. P1 കുറച്ച് കഴിഞ്ഞത് P2-ലെത്തുന്നു. അപ്പോൾ P1-ൽ നിന്നും P2-ലേക്കുള്ള യാത്രയിൽ അത് ഒരു പർട്ടിക്കുലർ എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട് ഹൊറിസോണ്ടലി, ഒരു പർട്ടിക്കുലർ വൈ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട് വെർട്ടിക്കലി. ഇതിനെ ഡെൽറ്റ എക്സ് എന്നും ഡെൽറ്റ വൈ എന്നും വിളിക്കാം. കാരണം ഇവിടെ x1 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ x2 ആയി. x2 x1 തമ്മിലുള്ള ആ ഒരു ഡിഫറൻസാണ് ഡെൽറ്റ എക്സ്. ഇവിടെ y1 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ y2 ആയി. അത് തമ്മിലുള്ള ഡിഫറൻസാണ് ഡെൽറ്റ വൈ. അത് ഇങ്ങനെയും നമുക്ക് നോക്കിയാൽ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, നേരത്തെ സംസാരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിനെ ഞാൻ ഡെൽറ്റ എസ് എന്ന് എഴുതാം. എസ് എന്നുള്ളൊരു ലെറ്റർ നമ്മൾ ഡിസ്റ്റൻസ് കവേർഡിന് എഴുതുന്നുണ്ടല്ലോ, ഡെൽറ്റ എസ്. അപ്പോൾ ആ ഒരു ട്രിഗണോമെട്രി അനുസരിച്ച് ഡെൽറ്റ എസിൻ്റെ സ്ക്വയർ ഡെൽറ്റ എക്സിൻ്റെ സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈയുടെ സ്ക്വയറാണ്. പക്ഷേ ഇതൊരു വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ അനുസരിച്ചാണെങ്കിൽ നോക്കുക, ഡെൽറ്റ എക്സ് അതിൻ്റെ ഡയറക്ഷൻ സെൻസ് ഇങ്ങോട്ടാണ്, ഡെൽറ്റ വൈ ഡയറക്ഷൻ സെൻസ് മുകളിലോട്ടാണ്. ഈ 2 ഡയറക്ഷൻ സെൻസ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ക്ലൈംബ് ചെയ്യുന്നതായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വെക്ടോറിയലി എഴുതി കഴിഞ്ഞാൽ വെക്ടർ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് വെക്ടർ ഡെൽറ്റ എക്സ് പ്ലസ് വെക്ടർ ഡെൽറ്റ വൈ ആണ്. കാരണം ആ ഡയറക്ഷൻ സെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷൻ സെൻസാണ് മൂന്നാമത്തെ ഡെൽറ്റ എസ് എന്ന് പറയുന്ന വെക്ടറിന്. അപ്പോൾ ഞാനിത് സാധാരണ ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് എഴുതി, വെക്ടോറിയലി എഴുതി, രണ്ടും എഴുതിയിരിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്. P1-ൽ നിന്നും P2-ലേക്ക് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തപ്പോൾ ഒരു കർവ്ഡ് പാത്തിലൂടെ. അവിടെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ആ
നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഡൈനാമിക്സ് ആണ് നോക്കുന്നത്, സഞ്ചാരമാണ്. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഡിപ്പെൻഡിങ് ഓൺ ടൈം നമുക്കൊരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ആ എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒരു ഫങ്ഷൻ ഓഫ് ടൈമായിട്ട് എഴുതാം, വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെയും ഒരു ഫങ്ഷൻ ഓഫ് ടൈമായിട്ട് എഴുതാൻ പറ്റും. ഫങ്ഷൻ 1, ഫങ്ഷൻ 2. ആദ്യത്തേന് ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സ് ഈസ് ഈക്വൽ ടു 10t² പ്ലസ് 2t മൈനസ് 10. ഇവിടെ ടൈമിന് 0, 1, 2, 3 അങ്ങനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 0th സെക്കൻഡിൽ ഏത് പൊസിഷനിലായിരുന്നു, ഫസ്റ്റ് സെക്കൻഡിൽ ഏതാണ് പൊസിഷൻ, സെക്കൻഡ് സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ്, അങ്ങനെ തേർഡ് സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ്, അങ്ങനെ ടൈമിന് ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് എത്ര ഡിസ്റ്റൻസ് ഇൻ നെക്സ്റ്റ് ഡയറക്ഷൻ കവർ ചെയ്തു എന്ന് കണ്ടെത്താൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ വൈയുടെ കേസിൽ എഴുതാം. y ഈസ് ഈക്വൽ ടു 5t² പ്ലസ് 20. ഇവിടെ വൈ ഡയറക്ഷനിൽ വെർട്ടിക്കലി ഉള്ള മൂവ്മെൻറ്റ് ടൈമിൻ്റെ കടന്നു പോകുന്നതിനനുസരിച്ച് എത്രയാണെന്ന് കണ്ടെത്താൻ ഈ ഈക്വേഷനിലൂടെയും പറ്റും. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് എക്സ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റിനെ ഫംഗ്ഷൻ ഓഫ് ടൈമായിട്ടും വൈ ഡയറക്ഷണൽ മൂവ്മെൻറ്റിനെ ഫംഗ്ഷൻ ഓഫ് ടൈമായിട്ടും എഴുതാം. ഈ രണ്ടും ഇതുപോലെ രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ സെയിം ഫംഗ്ഷൻ ആവാം. സെയിം ഫംഗ്ഷൻ ആണെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റും വൈ ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റും ഒരേ ബിഹേവിയറാണ്. നമുക്കിവിടെ പാത്ത് എന്ന് പറയുന്ന ഒരു 45 ഡിഗ്രിയിലുള്ള ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് ഞാനൊരു ജനറൽ കേസിൽ രണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് കരുതിയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള എക്സാമ്പിൾസ് വഴി കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, ഫസ്റ്റ് ഫോർമുലയിൽ നിന്നും ടൈമിനൊരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ, ടി ഈസ് ഈക്വൽ ടു എത്ര എക്സ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അത് സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ടൈം ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും. രണ്ടാമത്തേൻ്റെ അകത്തുനിന്ന് ടി ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ഇച്ചിരി എളുപ്പത്തിൽ എഴുതാൻ ഞാൻ നോക്കാം. y മൈനസ് 20 ഈസ് ഈക്വൽ ടു 5t². അപ്പോൾ y മൈനസ് 20 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു t². അപ്പോൾ t ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് മച്ച്. ഈ ടി, ഈ വൈയുടെ ഫോർമുലയിൽ നിന്നും കണ്ടെത്തിയ ഈ ടിയുടെ വാല്യൂ എക്സിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ടി എല്ലാം മാറി പകരം വൈ ആയി മാറും. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ ഉണ്ടാകുന്നത്. വിച്ച് മീൻസ് നമുക്ക് മൂന്നാമതൊരു റിലേഷൻ ഉണ്ടായി, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ തിരിച്ച് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഉള്ള മൂവ്മെൻറ്റ്സിൻ്റെ കോമ്പിനേഷനാണ് ഏതൊരു കർവ് ലീനിയർ മൂവ്മെൻറ്റും. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതാം. കമ്പൈൻ ചെയ്ത് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നോ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ എന്നോ രീതിയിൽ കമ്പൈൻ ചെയ്തും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഡിസ്പ്ലേസ്മെൻറ്റിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സാണ്. ഇവിടെ നേരത്തെ പോലെ തന്നെ നമുക്ക് വെലോസിറ്റി ഫാക്ടറും കണ്ടുപിടിച്ച് നോക്കാം. വെലോസിറ്റി കാണാൻ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിനെ അതിനെടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് ആവറേജ് വെലോസിറ്റിയാണ് നേരത്തെ പറഞ്ഞു. ഇതിന് ഡെൽറ്റ ടി ടെൻസ് ടു 0 ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയി എന്ന് പറഞ്ഞാൽ ds/dt. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴുള്ള എക്സ്പ്രഷൻ എന്താണ്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഓഫ് ഡെൽറ്റ s/ഡെൽറ്റ ടി എന്നാണ്. അതിൻ്റെ റിസൾട്ട് ds/dt ആണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ഐഡിയ ആയി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഐഡിയ ആയി. ഇത് ds/dt എന്ന ടേമിൽ എഴുതുന്നതിന് നമുക്ക്, കാരണം എസ് എന്ന് പറയുന്നത് എക്സും വൈയും ചേർന്നാണല്ലോ. 2D പ്ലെയിനിലുള്ള കർവ് ലീനിയർ പാത്താണ്. എക്സ് ഡയറക്ഷനിലും ചെയ്യുന്നുണ്ട്, വൈ ഡയറക്ഷനിലും ചെയ്യുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ കമ്പൈൻഡ് എഫക്റ്റാണ് നമ്മൾ ഡെൽറ്റ എസ് എന്നതിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ds/dt അതിനനുസരിച്ച് നമുക്ക് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള ആവറേജ് വെലോസിറ്റി, എക്സ് ഡയറക്ഷനിലുള്ള ആവറേജ് വെലോസിറ്റി ഡെൽറ്റ എക്സ് വെക്ടർ ഡെൽറ്റ x/ഡെൽറ്റ ടി ആണ്. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കിട്ടും. അത് dx/dt ആണ്, നേരത്തെ കണ്ട ആ ഒരു എക്സ്പ്രഷൻ. അതുപോലെ വൈ ഡയറക്ഷനിലുള്ള ആവറേജ് വെലോസിറ്റി ഡെൽറ്റ y വെക്ടർ ഡെൽറ്റ y/ഡെൽറ്റ ടി ആണ്. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഞാനൊന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് എഴുതി കാണിക്കാം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഓഫ് ഡെൽറ്റ y/ഡെൽറ്റ ടി ഈക്വൽ ടു dy/dt. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ, നെറ്റ് എഫക്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ds/dt. ഇത്രയും കാര്യങ്ങളാണ്
വെലോസിറ്റിയുടെ കാര്യത്തിൽ ഇവിടെ സംസാരിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന ഫാക്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്തത് നമുക്ക് ആക്സലറേഷൻ എന്ന ടേം നോക്കാം. കർവിലീനിയർ ട്രാൻസ്ലേഷനിൽ ആ ഒരു കൈനമാറ്റിക്സ് ആക്സലറേഷൻ എന്താണെന്ന് നോക്കാം. P1 വെലോസിറ്റി V1 ആയിരിക്കാം, P2 വെലോസിറ്റി V2 ആയിരിക്കാം. അങ്ങനെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴാണ് ആക്സലറേഷൻ ഉണ്ടാകുന്നത്. രണ്ടിടത്തും സെയിം വെലോസിറ്റി ആയിട്ട് നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ആക്സലറേഷനെ കുറിച്ചാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ P1 P2 വെലോസിറ്റികൾ ഡിഫറൻ്റ് ആണെന്നുള്ളത് ഒന്ന് ഗ്രാഫിക്കലി ഒന്ന് വരച്ച് കാണിക്കാം. പെട്ടെന്ന് വരച്ചാൽ ഞാൻ ഇതിന് താഴെ തന്നെ സെയിം മൂവ്മെൻറ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. മുകളിൽ വരച്ചിരിക്കുന്ന സെയിം മൂവ്മെൻറ്റ് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ആക്സിസ് വരച്ചിട്ട് കാണിക്കുകയാണ്. P1 നിന്നും P2 മൂവ് ചെയ്യുമ്പോൾ ഒരു ആക്സലറേഷൻ ഓബ്വിയസ്ലി ഒബ്സർവ് ചെയ്യണമെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവണം. P1 വെലോസിറ്റി ഞാൻ ഇവിടെ ഒന്ന് വെക്ടോറിയലി റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. എപ്പോഴും ഒരു കർവ്ഡ് പാത്തിലുള്ള മൂവ്മെൻറ്റിൽ വെലോസിറ്റി വെക്ടർ ടാൻജൻഷ്യലായിട്ട് വേണം വരയ്ക്കാൻ. ഈ കർവിന് ടാൻജൻ്റായിട്ട് മേ ബി ലൈക്ക് ദിസ് വെക്ടർ V1. P2 എത്തിക്കഴിഞ്ഞാൽ അവിടെ ടാൻജൻ്റായിട്ട് വെക്ടർ V2. ഇവിടെ നോക്കുക, വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് 1 നിന്ന് 2 എത്തിയപ്പോൾ. അപ്പോൾ തന്നെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ഉണ്ടാവാം. എൻ്റെ വരച്ചിരിക്കുന്ന കണ്ടാൽ V1 ലെങ്തും V2 ലെങ്തും ഒരുപോലെ ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ അസ്യൂം ചെയ്യാം. V1 ചെറുതും V2 ഇവിടെ എത്തിയപ്പോൾ കൂടിയെന്ന് വിചാരിക്കും, മാഗ്നിറ്റ്യൂഡ് വൈസ് വെലോസിറ്റി കൂടുന്നു. അല്ലെങ്കിൽ V1 ഹയർ വെലോസിറ്റിയും V2 ലോവർ വെലോസിറ്റി ആണെങ്കിൽ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് വെലോസിറ്റി കുറയുന്നു. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് ഒരു ചേഞ്ചും ആസ് വെൽ ആസ് ഡയറക്ഷൻ വൈസ് ചേഞ്ചും ഒക്കെ കർവിലീനിയർ പാത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി അവിടെ ഉണ്ട്. ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് വൈസ്, അല്ലെങ്കിൽ ഡയറക്ഷൻ വൈസ് ചേഞ്ച്, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നുള്ള ചേഞ്ച്, മാഗ്നിറ്റ്യൂഡ് ചേഞ്ചും ഡയറക്ഷൻ ചേഞ്ചും. എനിവേ ഒരു കർവിലീനിയർ പാത്തിൽ പോയാൽ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് രണ്ട് സെയിം ആണെങ്കിലും ഡയറക്ഷൻ ചേഞ്ച് എങ്കിലും അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഓൾവേസ് ഒരു കർവിലീനിയർ പാത്തിൽ ഒരു ആക്സലറേഷൻ കൺസെപ്റ്റ് ഉണ്ട്. കാരണം ഏതർ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്, ഏതർ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓർ ചേഞ്ച് ഇൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത എപ്പോഴും കർവിലീനിയർ പാത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ വെലോസിറ്റി വെക്ടേഴ്സ് രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റുകളിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി അതിനെടുത്ത ടൈം കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആക്സലറേഷൻ എന്ന വാല്യൂ കിട്ടുന്നത്. അവിടെയും നമുക്ക് കിട്ടുന്നത് ആവറേജ് ആക്സലറേഷൻ തന്നെയാണ്. അതായത് വെക്ടർ V2 മൈനസ് വെക്ടർ V1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. ഇവിടെയും ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ കാണണമെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഡെൽറ്റ ടി ടെൻസ് ടു 0, അതായത് ഇതിനെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ ടി ടെൻസ് ടു 0 ഓഫ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഈ ആക്സലറേഷൻ രണ്ട് കമ്പോണൻസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഒന്നൊരു എക്സ് കമ്പോണൻറ്റും മറ്റൊന്ന് ഒരു വൈ കമ്പോണൻറ്റ്. അല്ലെങ്കിൽ വേറൊരു രീതിയാണ് ഒരു ടാൻജൻഷ്യൽ കമ്പോണൻറ്റും അല്ലെങ്കിൽ മറ്റൊരു നോർമൽ കമ്പോണൻറ്റും. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ രീതികളിൽ കമ്പോണൻസ് ആക്സലറേഷൻ വെക്ടറിന് എഴുതാൻ പറ്റും. കാരണം നമ്മളിവിടെ റെഫറൻസ് എക്സ് ആക്സും വൈ ആക്സും ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എക്സ് കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റും ഒരു ഇൻക്ലൈൻഡ് ആക്സലറേഷൻ വെക്ടറിന് ഉണ്ടാക്കാൻ പറ്റും. കൂടാതെ പാത്തിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ കമ്പോണൻറ്റും പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു നോർമൽ കമ്പോണൻറ്റും വേറെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പോയിൻ്റ് കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെൻറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതുകൊണ്ട് അങ്ങനെയും നമുക്ക് ആക്സലറേഷനെ എഴുതാം. എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ എക്സ് ഡയറക്ഷൻ, ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഓഫ് ഡെൽറ്റ എക്സ് ഡോട്ട് ഡെൽറ്റ വി എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഇത് ഡി എക്സ് ഡബിൾ ഡോട്ട് ബൈ ഡി ടി. അതുപോലെ ആക്സലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ ഡി വൈ ഡബിൾ ഡോട്ട് ഡിവൈഡ് ബൈ ഡി ടി. ഇനി വെലോസിറ്റി ചേഞ്ച് ഞാൻ വെക്ടോറിയലി ഇവിടെ ഒന്ന് എഴുതുകയാണ്. ആ ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ അതിന് തന്നെ പാരലായിട്ട് ഇവിടെ വരയ്ക്കുന്നു. ഫൈനൽ വെലോസിറ്റി അതിന് പാരലായിട്ട് ഇവിടെ വരയ്ക്കുന്നു.
ഇത്തിരി കൂടിയെന്ന് വിചാരിക്കുക, ഫൈനൽ വെലോസിറ്റി ഇത്തിരി കൂടുതലാണെന്ന് വിചാരിക്കുക, അതായത് ഇതിന് ഇത്തിരി നീളം കൂടുതലുണ്ട് എന്ന് വിചാരിക്കുക. ഇത് v1, ഇത് v2 വെക്ടേഴ്സാണ്. നോക്കുക, ചേഞ്ച് ഇൻ വെലോസിറ്റി ഇതാണ് ഡെൽറ്റ വി. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര സമയം കൊണ്ട് എടുത്തു എന്നുള്ളതാണ് ഈ കാൽക്കുലേഷനിലെല്ലാം നമ്മൾ പരിശോധിച്ചിരിക്കുന്നത്. ഈ കാൽക്കുലേഷനിൽ അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ അതിനെടുത്ത സമയം. ആ ഒരു കാൽക്കുലേഷൻ വഴിയാണ് ആവറേജ് വെലോസിറ്റി കണ്ടിരിക്കുന്നത്. അതിന് ഡെൽറ്റ ടി ടെൻസ് 0 കൊടുത്തപ്പോഴാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ എന്നൊരു കാൽക്കുലേഷനെ, അതായത് ഈ കണ്ടെത്തിയിരിക്കുന്ന ആവറേജ് ആക്സിലറേഷൻ ഓർ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനെ എക്സ് കമ്പോണൻ്റ് ആയിട്ടും വൈ കമ്പോണൻ്റ് ആയിട്ടും, അതായത് ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിലും കമ്പോണൻസ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. അതിന് ഇത്രയും ചെയ്താൽ മതി. ഇവിടെ കിട്ടിയ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും എഴുതിയാൽ മതി. ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ അതിൻ്റെ ഒരു പാരലോഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലത്തോട്ടുള്ള ഒരു വെക്ടറാണ്, അത് ഡെൽറ്റ വി എക്സ് ആണ്. ഇത് താഴോട്ടുള്ളൊരു വെക്ടറാണ്, അത് ഡെൽറ്റ വി വൈ ആണ്. ഡെൽറ്റ വി എക്സ്, ഡെൽറ്റ വി വൈ, അല്ലെങ്കിൽ മുകളിൽ ഇവിടെ കാണിക്കാം, ഇത് ഡെൽറ്റ വി എക്സ്, ഇത് ഡെൽറ്റ വി വൈ. ഞാൻ ഡെൽറ്റ വി എ 2 കമ്പോണൻ്റായിട്ട് എഴുതിയിരിക്കുകയാണ്, ഒരു എക്സ് കമ്പോണൻ്റായിട്ടും ഒരു വൈ കമ്പോണൻ്റായിട്ടും. ഇവിടെ ഒന്നുകൂടെ മാറ്റി എഴുതാം, ഇത് ഡെൽറ്റ വി എക്സ്, ഇത് ഡെൽറ്റ വി വൈ. ഇതിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഡെൽറ്റ വി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ വി എ ഞാനൊരു എക്സ് കമ്പോണൻ്റായിട്ടും വൈ കമ്പോണൻ്റായിട്ടും എഴുതി. അപ്പോൾ ഡെൽറ്റ വി എ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ചെയ്യുമ്പോഴാണ് ഈ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഡെൽറ്റ വി എക്സിനും അതേ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എക്സ് ഡയറക്ഷൻ കിട്ടി. ഡെൽറ്റ വി വൈക്ക് അതേ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ വൈ ഡയറക്ഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ ആക്സിലറേഷൻ്റെ 2 കമ്പോണൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കമ്പോണൻസ് കിട്ടിയിരിക്കുന്നത് ഈ 2 കമ്പോണൻറ്റിൽ നിന്നുമാണ്. ഇതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ഡെൽറ്റ വിയുടെ ചേഞ്ച് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനെ എക്സ് കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷനായിട്ടും വൈ കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷനായിട്ടും ഡിവൈഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണൻസ് നോക്കാം. ഇവിടെ നോക്കുക, ഞാൻ വീണ്ടും ആ വെലോസിറ്റി വെക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇത് ആദ്യത്തെ വെക്ടർ v1, ഈ v1 തന്നെയാണെന്ന് വിചാരിക്കുക പാരലലി. ഇത് രണ്ടാമത്തെ വെക്ടർ v2, അതായത് ഈ വരച്ചിരിക്കുന്ന രണ്ടാമത്തെ വെക്ടർ v2. അപ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു, ഡയറക്ഷൻ ചേഞ്ചും മാഗ്നിറ്റ്യൂഡ് ചേഞ്ചും. ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇവിടെ ഈ തേർഡ് സൈഡായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഞാൻ ഹൊറിസോണ്ടൽ എക്സും വെർട്ടിക്കൽ വൈയുമായിട്ട് നേരത്തെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് ഇവിടെ ഡിവൈഡ് ചെയ്തതുപോലെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം മറ്റൊരു രീതിയിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണ്. ആ രീതി ഇതാണ്. പോയിൻ്റ് 1-ന് ടാൻജൻഷ്യലി ഒരു കമ്പോണൻറ്റ്, പോയിൻ്റ് 1-ന് ടാൻജൻഷ്യലി എന്ന് പറഞ്ഞാൽ ഈ v1-ന് പാരലായിട്ട് തന്നെ. മറ്റൊന്ന് പോയിൻ്റ് 1-ന് പെർപെൻഡിക്കുലറായിട്ട് ഒരു കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ v1-ന് പെർപെൻഡിക്കുലറായിട്ട് തന്നെ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഇവിടെ വരച്ച ട്രയാങ്കിൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സൈഡ്സ് ചേർത്താണ്. ഇവിടെ വരച്ച ട്രയാങ്കിൾ ഹൊറിസോണ്ടൽ സൈഡിനും വെർട്ടിക്കൽ സൈഡിനും പകരം ഒരു ടാൻജൻഷ്യൽ സൈഡും ഒരു പെർപെൻഡിക്കുലർ സൈഡും. ഏതിന് ടാൻജൻഷ്യൽ, ഏതിന് പെർപെൻഡിക്കുലർ? പോയിൻ്റ് 1-ലെ വെലോസിറ്റി വെക്ടറിന്, അതായത് ഈ വെലോസിറ്റി വെക്ടറിന് പാരലായിട്ട്, ഈ വെക്ടറിന് പാരലായിട്ട്. പോയിൻ്റ് 1-ലെ വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലറായിട്ടും. അപ്പോൾ ഇത് ടാൻജൻ്റാണ്, ഇത് നോർമലാണ്. അപ്പോൾ ഒരു ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ ഒരു നോർമൽ കമ്പോണൻറ്റും ഡെൽറ്റ വിക്ക് എഴുതുകയാണ്. അപ്പോൾ ഈ ഒരു ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഞാനിവിടെ ഡെൽറ്റ വി ടാൻജൻ്റ് എന്ന് എഴുതാം. ഈ ഒരു നോർമൽ കമ്പോണൻറ്റ് ഡെൽറ്റ വി നോർമൽ എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആക്സിലറേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ വി ടാൻജൻറ്റിനെ അതിനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലായിടത്തും ഡെൽറ്റ ടി സെയിം ആണ്. ഈ ഇവിടെ സംസാരിക്കുമ്പോഴും ഇവിടെ സംസാരിക്കുമ്പോഴും ഡെൽറ്റ ടി സെയിം ആണ്. കാരണം ഡെൽറ്റ വി എന്ന് പറയുന്ന വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവാൻ എടുത്ത സമയമാണ്. എന്നൂടെ പറയാം, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഈ പറയണ v1-ൽ നിന്ന് v2-ലേക്ക് വെലോസിറ്റി ചേഞ്ച് എടുക്കാൻ എടുത്ത സമയമാണ്
ഡെൽറ്റ വി എന്ന വെലോസിറ്റി വെക്ടർ ഉണ്ടാകാനെടുത്ത സമയമാണ്. അതുണ്ടാകുന്ന സമയത്ത് തന്നെയാണ് ഡെൽറ്റ വി എക്സ് എന്ന വെലോസിറ്റി ചേഞ്ചും ഡെൽറ്റ വി വൈ എന്ന വെലോസിറ്റി ചേഞ്ചും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടിനും എടുത്തിരിക്കുന്ന സമയം ഡെൽറ്റ ടി തന്നെയാണ്. അതേ സമയം കൊണ്ടാണ് ഡെൽറ്റ വി ടി എന്ന ഈ ഒരു വെലോസിറ്റി ചേഞ്ചും ഈ ഡെൽറ്റ വി എൻ എന്ന വെലോസിറ്റി ചേഞ്ചും കൺസിഡർ ചെയ്യേണ്ടത്. ഇതിനെടുക്കുന്ന സമയം ഡെൽറ്റ ടി തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഡെൽറ്റ ടി ഈ ഡെൽറ്റ വി ചേഞ്ചിനെടുത്ത സമയം എല്ലായിടത്തും ആപ്ലിക്കബിളാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ വി ടി ബൈ ഡെൽറ്റ ടി എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കിട്ടുന്നത്. അത് ഈ ഒരു എക്സ്പ്രഷന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ നോർമൽ ആക്സിലറേഷൻ കിട്ടുന്നത് ഡെൽറ്റ വി നോർമൽ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന ഫോമിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇവിടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എപ്പോഴും ഡി വി ബൈ ഡി ടി തന്നെയാണ്. ആദ്യം പറഞ്ഞ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിയുടെ ലിമിറ്റ്. നോർമൽ ആക്സിലറേഷന് ഒരു ഫോർമുല പറയാം, വി സ്ക്വയർ ബൈ ആർ. ഈ ഒരു ഫോർമുല ഒന്ന് ബൈ ഹാർട്ട് ആക്കണം. ഇത് വല്ല പ്രോബ്ലത്തിലൊക്കെ ഉപയോഗം വരാം. ഇനി ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്കതിനുള്ള സമയമില്ല, അത് പരിശോധിക്കേണ്ട കാര്യം തൽക്കാലമില്ല. ഈ ഡി വി ബൈ ഡി ടി എപ്പോഴും നോർമൽ വെലോസിറ്റി വാല്യൂ തന്നെയാണ്. ടാൻജൻഷ്യലി റെക്റ്റിലീനിയറിലാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിന് ആ പാത്തിലൂടെ തന്നെയുള്ള ആക്സിലറേഷൻ വാല്യൂ ആണ് ഡി വി ബൈ ഡി ടി. ടാൻജൻഷ്യലി തന്നെയാണ് അതെപ്പോഴും. നോർമൽ കാണാൻ വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ഫോർമുല എങ്ങനെ എത്തി എന്നുള്ളത് മറ്റൊരവസരത്തിൽ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതാണ് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ ആക്സിലറേഷൻ കമ്പോണൻസ്. നമുക്ക് കൈനമാറ്റിക്സ് പരിശോധിക്കുകയാണ്. റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ ആണെങ്കിലും കർവിലീനിയർ ട്രാൻസ്ലേഷൻ ആണെങ്കിലും മൂന്നിലും ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം വെക്ടോറിയൽ ക്വാണ്ടിറ്റീസാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്ററിലും വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലും. ഇപ്പോൾ കണ്ടെത്തിയ ആക്സിലറേഷൻ മീറ്റർ, ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, മീറ്റർ പെർ സെക്കൻഡ് ആണ് ന്യൂമറേറ്ററിലുള്ളത്, ഡിവൈഡ് ബൈ സെക്കൻഡ്. ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇവിടെ നോക്കിയാൽ അറിയാം, ന്യൂമറേറ്ററിലെ സ്ക്വയർ ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിൻ്റെ സ്ക്വയർ, മീറ്റർ സ്ക്വയർ പ്ലസ് സെക്കൻഡ് സ്ക്വയർ ഡിവൈഡ് ബൈ മീറ്റർ. അപ്പോൾ ഇവിടെയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എസ് ഐ യൂണിറ്റിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ മൂന്ന് കൈനമാറ്റിക് ടേംസും നമുക്ക് റെക്റ്റിലീനിയറിലും കർവിലീനിയറിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് റെക്റ്റിലീനിയറിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കർവിലീനിയറിൽ നമ്മൾ കർവ്ഡ് പാത്തിൽ ഒരു P1 നിന്നും P2യിലേക്ക് ഒരു കർവ്ഡ് പാത്തിലൂടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തപ്പോൾ ഉണ്ടായ ഡെൽറ്റ എസ് ഡിസ്പ്ലേസ്മെൻറ്റും അവിടെ ഇനിഷ്യലി ഉള്ള വെലോസിറ്റി മറ്റൊരു വെലോസിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി പരിശോധിക്കുകയും അതിലൂടെ ആക്സിലറേഷൻസ് കണ്ടെത്തുകയും ചെയ്തു. ആ ആക്സിലറേഷൻ കണ്ടെത്തിയപ്പോഴാണ് വിഭിന്നമായ രീതികളിൽ കമ്പോണൻസ് എഴുതിയത്. ഒന്ന്, ചേഞ്ച് ഇൻ വെലോസിറ്റി ഈ ഒരു ഇൻക്ലൈൻഡ് വെലോസിറ്റി വെക്ടർ ആണെന്ന് ഇനിഷ്യൽ വെലോസിറ്റിയുടെയും ഫൈനൽ വെലോസിറ്റിയുടെയും വെക്ടർ റെപ്രസെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ആ ഇൻക്ലൈൻഡ് വെലോസിറ്റി ചേഞ്ചിന് ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ചേഞ്ചും ഒരു വെർട്ടിക്കൽ വെലോസിറ്റി ചേഞ്ചും പാരലൽ ടു എക്സ് ആക്സിസ് ആസ് വെൽ ആസ് പാരലൽ ടു വൈ ആക്സിസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് രണ്ട് ആക്സിലറേഷൻ കമ്പോണൻസും കൂടിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ഇവിടെയും ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു എ എക്സും ഒരു എ വൈയും കിട്ടുന്നു. വീണ്ടും ഈ ഫസ്റ്റ് വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ആയിട്ട് ഡെൽറ്റ വിയിലൂടെ ചേഞ്ച് ചെയ്തപ്പോൾ മറ്റൊരു രീതിയിലും കൂടെ കമ്പോണൻസ് എഴുതിയിരിക്കുന്നതാണ്. ഒന്ന് ടാൻജൻഷ്യലി ഒരു കമ്പോണൻ്റ് എഴുതി, അത് വെർട്ടിക്കലി നോർമലി മറ്റൊരു കമ്പോണൻ്റ് എഴുതി. അങ്ങനെ ടാൻജൻഷ്യൽ കമ്പോണൻസ് ഉപയോഗിച്ച് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ടാൻജൻഷ്യൽ ആക്സിലറേഷനും നോർമൽ കമ്പോണൻ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഉപയോഗിച്ച് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോർമൽ ആക്സിലറേഷനും കിട്ടുന്നു. ആ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ കാൽക്കുലേഷൻ ഫോർമുല ഡി വി ബൈ ഡി ടി ആണ്. നോർമൽ ആക്സിലറേഷൻ്റെ കാൽക്കുലേഷൻ ഫോർമുല വി സ്ക്വയർ ബൈ ആർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കൈനമാറ്റിക്സ് ബന്ധപ്പെട്ട് റെക്റ്റിലീനിയർ ആൻഡ് ആസ് വെൽ ആസ് കർവിലീനിയർ ട്രാൻസ്ലേഷന് വേണ്ടി പറയാനുള്ളത്. ഈ ഒരു ഡിസ്കഷൻ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്.